ഏതാ ടീമാരൊക്കെ? ഞങ്ങള് ജോയ് സാറിന്റെ ടീംസാ. ഇതാ മറ്റേ ഷിബു, ഞാൻ വീജ്. നിന്റെ പേരാ ചോദിച്ചേ? ജൂഡൻ. വെടിമറ ജൂഡൻ. ജോയ് സാർ ഇട്ടുന്ന പേരാ. മൈ ബീറ്റിംഗ്. പ്രവാസ ജീവിതത്തിനകത്ത് സൗഹൃദങ്ങളാണ് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടാണ്. നമുക്ക് എപ്പോഴും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തെത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളാണ്. സൗഹൃദ ബന്ധത്തിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്നേഹദിനത്തിനകത്ത് വേണ്ടിയിട്ട് നമുക്കൊരു വ്യക്തിയെ ആദരിക്കുക, അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഒരു ബഹുമാനം, സ്നേഹദിനത്തിന്റെ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്റ്റോ. എല്ലാവർക്കും അറിയാം. പുള്ളി എല്ലാവരും വളരെ വിനയത്തോടുകൂടി എപ്പോഴും വന്നു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാ, അല്ല ഒരു മലയാളി എന്നുള്ള ലെവലല്ല, പക്ഷെ എപ്പോഴും ഒരു റെസ്പെക്ട് തരികയും ഒക്കെ തരുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് നാളായിട്ടും നമ്മളെല്ലാവരും കുറച്ചാളുകൂടി എല്ലാവരോടും മനസ്സിൽ കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്റ്റോ വളരെ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ കൂടാൻ എങ്കിലും നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് കയറിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്ന് നമ്മളൊരു ഇത് ചെയ്യാനും ഒരുങ്ങിയിരിക്കുന്നത്. ഇനിയും ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ പരിപാടികളിൽ പറ്റുന്ന പോലെ ഒന്ന് കൂടി വീണ്ടും നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരാളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. നമ്മളിപ്പോ എന്തെങ്കിലും വർക്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വൈസിലാണെങ്കിലും എല്ലാത്തിലും എപ്പോഴും എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് എപ്പോഴും കേട്ടോ. വർക്കിലാണെങ്കിലും എപ്പോഴും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓടി എപ്പോൾ എത്തുക, എപ്പോഴും മനസ്സിലാക്കുക, എപ്പോഴും ഓർമ്മ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ക്രിസ്ത്യനെ പറ്റി ആ പേരൊക്കെ ആദ്യം ഓർമ്മ ക്രിസ്ത്യൻ ബ്രൈറ്റ്നെസ് ആണ്. അതെ, ഒരു പേഴ്സണാലിറ്റി നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഒരു ബ്രൈറ്റ്നെസ്സിലാണ്. അത് എല്ലാവർക്കും കിട്ടില്ല. അത് ഭയങ്കര നാച്ചുറൽ നടന്നതാണ്. ഏക ആൾക്കാരോട് ഭയങ്കര നാച്ചുറൽ അതാണ് ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്ത്യൻ പറയാം, ഈ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ്ങാണ്. വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോകും. എന്നാലും ഈ സൗഹൃദങ്ങൾ എപ്പോഴും നിലനിൽക്കിട്ടപ്പോൾ മാത്രം ഞങ്ങളെയൊക്കെ തുൽപ്പിച്ചെടുത്ത് ഇനിയും ഇരുളും വെളിച്ചവും നിറഞ്ഞ വഴിത്താരയിലൂടെ യാത്രയും സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ ഞങ്ങളെല്ലാം നേരിടുന്നു. റിസ്ക് എടുക്കാത്തവർക്ക് സേഫാണ്, റിസ്ക് എടുക്കുന്നവർക്ക് ഉയരങ്ങളിലെത്താൻ കഴിയും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഹിഡൻ ജമ്മാണ്. മാവേലിക്കൂട്ടം ഓണം ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് പരിചയപ്പെടുന്നത്. എനിക്ക് പറഞ്ഞാല് ലിജു പറഞ്ഞ മാതിരി ക്രിസ്റ്റോനെ ഞാൻ ആദ്യം കാണുന്നത് ഓരോ ഓണപരിപാടിയിലാണ്. ഓണത്തിന് ഞങ്ങൾ അടിക്കാൻ വേണ്ടി ലിജുവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ മുടിയൊക്കെ ഇങ്ങനെ ഒരാൾ വരുന്നത്. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ആളെ ശ്രദ്ധിക്കും നമ്മളെല്ലാവരും. ഒരു മുണ്ടൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് ഒരാളെ അന്നാണ് എനിക്ക് കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മള് IT എഞ്ചിനീയറിംഗ് എല്ലാവർക്കും അറിയാല, ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെ കണ്ടു, പിന്നെ സംസാരിച്ചു, കൂടുതൽ അടുത്തു, പല കാര്യങ്ങളും സംസാരിച്ചു, കണ്ടു. ആ സൗഹൃദം അങ്ങനെ പോകുന്നു. അത് ഇനിയും ഈ പറഞ്ഞ മാതിരി UK US ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോട്ടെ എന്നാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരിക്കലും അറ്റ്ലാന്റിസിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാവുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ
എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഈ മാവേലി കൂടുതലിൻ്റെ ഒരു പരിപാടിക്കായിട്ടാണ് ആദ്യമായി സൈനവായി എൻ്റെ അടുത്ത് വന്നത്. ഇങ്ങനൊരു പരിപാടി നമ്മൾ നടത്തുന്നത്, ഒരു ഓണാഘോഷ പരിപാടി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒന്ന് കുറേ ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു, കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. വളരെ ആത്മാർത്ഥമായിട്ടെന്ന് പറയാം, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അറ്റ്ലാന്റിസിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാവരായിട്ടും വളരെ നല്ല രീതിയിൽ ക്ലോസ് ആവാനും വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇതിൽ. ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒരു ബോണ്ടും അറ്റ്ലാന്റിസ് ഉണ്ടായ ഇത് തന്നെയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരായിട്ടും. റിസ്ക് എടുക്കാത്തവർക്ക് സേഫാണ്, റിസ്ക് എടുക്കുന്നവർക്ക് ഉയരങ്ങളിലെത്താൻ കഴിയും.